ഹലോ ഹായ്. അപ്പം എല്ലാവർക്കും സുഖമാണോ? ഞാനിതാ എൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആഫ്റ്റർ ലോങ് ടൈം അല്ലേ റൂമിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം ലൈക്ക് എന്താ പറയണ്ടേ, കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പോയി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. സോ ഇപ്പം കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പം ലൈക്ക് ഇന്നലെ ഞാനൊരു ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ആരെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആൻസറബിൾ ആണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതാ. അപ്പം അതിൻ്റെ ആൻസർ പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചുമ്മാ ഇരിക്കുകയാണല്ലോ. അങ്ങനെ അതിന് മുൻപായിട്ട് വിജയ് മച്ചാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പം ഒരു കേസിലും കൂടെ ആൾ പെട്ടിട്ടുണ്ട്. കേരളം മൊത്തത്തിൽ അറിയാം. കുറച്ച് പേർക്കേ അറിയത്തുള്ളായിരുന്നു, ഇപ്പോൾ കേരളം മൊത്തത്തിൽ അറിയാം. അപ്പം പുള്ളി എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ ആൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ വന്ന സമയത്ത് അത് എന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ നല്ല രീതിക്ക് തന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ഒരു സമയത്ത് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും പുള്ളി ഹൈഡ് ചെയ്തു. ബിക്കോസ് അത് എന്നെ ഇമ്പാക്റ്റ് ചെയ്യരുതെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ആയിരിക്കാമെന്നല്ല, അതെ, എനിക്കത് ബാധിക്കരുതെന്ന് ഓർത്തിട്ടാണ് പുള്ളി അത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്നാൽ പോലും എന്നെ വെറുതെ വിട്ടിട്ടില്ല. താങ്ക് യു സോഷ്യൽ മീഡിയ ചേട്ടന്മാരെ ചേച്ചിമാരെ. എന്താ പറയേണ്ടത് ഇതിനൊക്കെ. സത്യമായിട്ടും 2 to 3 days എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മെസ്സേജസിൻ്റെ കളിയായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയ്ക്കധികം മെസ്സേജ് വരുന്നത്. ഈവൻ എനിക്ക് എല്ലാവരോടും ഞാൻ ഫസ്റ്റ് അതിന് മുന്നേ ഞാനൊരു അപ്പോളജൈസ് ചെയ്യാം, ഒരു സോറി ചോദിക്കുകയാണ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാതെ വിട്ട ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും സോറി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഐ കുഡിൻ ഫോക്കസ് ഓൺ മൈ വർക്ക്. നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എൻ്റെ ബോസ് ചോദിച്ചു എൻ്റെ അടുത്ത്, എന്താ ഇങ്ങനെ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നത്, തനിക്ക് വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പൊക്കോന്ന് പറഞ്ഞു. ഈവൻ അത്രത്തോളം മെസ്സേജസ് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എങ്ങനെയാണ് അതിനൊക്കെ റിപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ആ ഒരു സമയത്ത് എങ്ങനെ അത് റിപ്ലൈ ചെയ്യണം, അത് എങ്ങനെയൊക്കെ ആരെയൊക്കെ ബാധിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. സോ അതുകൊണ്ടാണ് ബെറ്റർ ടു കീപ് സൈലൻറ്റ്. അതാണ് ഞാൻ ആർക്കും റിപ്ലൈ തരാതിരുന്നത്. സോ ഇപ്പം ഞാൻ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടു സേ സംതിങ് അല്ലേ, നിങ്ങൾ ചോദിച്ചതിനുള്ള ആൻസർ ഞാൻ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ആസ്ക് മീ ഇട്ടത്. ആ സമയത്ത് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പം എനിക്കതിൽ ഞാൻ ആൻസറബിൾ ആണ് എന്ന് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പം അത്രയാണ്. സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ, സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിലാണ് ഒരു 2 months മുന്നേ ഒരു പെങ്കൊച്ച് ആത്മഹത്യ ചെയ്തതല്ലേ. അപ്പം പൊന്നു ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങളുടെ വാക്കുകൾ ചിലപ്പം തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം അത് ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പറയുന്ന വേർഡ്സൊക്കെ അത്രയ്ക്കും വൾഗറബിളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഹാൻഡിൽ ചെയ്തു. എനിക്കൊരു ഇഷ്യൂ ഇല്ല. എന്ത് വേണേലും പറഞ്ഞിട്ട് പൊക്കോ, നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. എൻ്റെ അടുത്ത് വിജയ് മച്ചാൻ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നിനക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരും. സോ യു ഹാവ് ടു ഹാൻഡിൽ ദാറ്റ് ആൻഡ് ഐ എം ഡൂയിങ് ദാറ്റ്. ഓക്കെ, ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നമ്മൾ സംസാരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരുന്നില്ല അല്ലേ. ഹാപ്പി ഓർ സാഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രെഡിബിൾ ഫുഡി. അപ്പം ഞാൻ ഹാപ്പി അല്ല, സാഡാണ്. ബിക്കോസ് ഓഫ് ദിസ്, ഈ ഒരു കാര്യത്തിൽ. കാരണം നമ്മളൊട്ടും എക്സ്പെക്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളാണല്ലോ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ കയറ്റു ഇറക്കുവാണല്ലോ. ഇപ്പം ഞങ്ങൾ ഒരു ഇറക്കത്തിലാണ്, കയറി വരും വൈകാതെ. അങ്ങനെ പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ആക്ച്വലി ഞാൻ കുറച്ച്
ഓക്കെ ആയി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല നീ ഓക്കെ ആണോ, ഐ മീൻ നീ ഓക്കെ അല്ലേ. ഈവൻ ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. പക്ഷെ നോ വൺ, ആരും വന്നിട്ട് നീ ഓക്കെ ആണോ, നീ ഓക്കെ അല്ലേ എന്നൊന്നും ആരും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. ആരും മീൻസ് വിളിച്ചു ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ ഫ്രണ്ടിലിരുന്ന് കരയുന്ന സമയത്ത് പോലും ഒരാൾ വന്നിട്ട് വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത്. ഇറ്റ്സ് ഓക്കെ ഫൈൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ തന്നെ ഉണ്ട് ഗൈസ്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ എന്നോട് തന്നെ സംസാരിച്ച് എന്നെ തന്നെ ഞാൻ കാം ആൻഡ് കൂളാക്കും. അപ്പം ലൈഫ് നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാണ്, എന്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തും നമ്മൾ ഒറ്റയ്ക്കാണ്. അത് മറക്കാതിരിക്കുക. അത് മറക്കാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി സക്സസ്ഫുൾ ആവും. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ ആ ഇട്ടേക്കുന്ന ഫോട്ടോ അത് എവിടെ നിന്ന് എടുത്തതാണ്? വേറെ ആരുമല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നേ, എൻ്റെ എക്സാണ്. അപ്പം അത് ഞങ്ങൾ വയനാട് വന്ന സമയത്ത് വുഡ് മങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത ഫോട്ടോ. അടിപൊളിയാണല്ലേ? കമൻ്റ് അല്ല, മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു, പിന്നെ റിപ്ലൈ ആക്കിയില്ല. പിന്നെ ഒരു ചെറുക്കൻ ചേച്ചിയായി ഫോളോ ബാക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചതാണ്. ആരാ ചോദിച്ചിരിക്കുന്നത്? മിസ്റ്റർ ആൽഫ മെയിൽ. എടാ ഞാൻ അപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിനക്ക് റിക്വസ്റ്റ് കിട്ടിക്കാണോ? അല്ല ചേ നിനക്കിത് കിട്ടിക്കാണോ, നോട്ടിഫിക്കേഷൻ കിട്ടിക്കാണുമല്ലോ അല്ലേ? വിത്തിൻ സെക്കൻഡ്സ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടറിങ് ജിസ്പി എന്ന് പറഞ്ഞിട്ടൊരാൾ, ഐ മീൻ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. BJ മച്ചാൻ എന്തായി? BJ മച്ചാൻ ഒരു കേസിൽ പെട്ട് കിടക്കുവാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ആൾക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട്, അത് ആള് വന്നിട്ട് പറയും. അപ്പം അത് കേൾക്കാനുള്ള മനസ്സ്, അത് ഇപ്പം ഞാൻ പറയുന്ന ആളുടെ ഫാൻസിനോടാണ് കേട്ടോ. ആൾക്ക് ഫാൻസ് ഉണ്ടല്ലോ, അപ്പം അവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മച്ചാൻ വന്നിട്ട് പറയാനുള്ളതൊക്കെ പറയും, അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും. പിന്നെ വാട്ട് ഈസ് യുവർ മോസ്റ്റ് സ്ട്രീംഡ് സോങ് ഓൺ സ്പോട്ടിഫൈ? അത് ചോദിച്ചേക്കുന്നത് എന്താ? ഈസ് ദ ഡൂം ബോയ് അവൻ്റെ അക്കൗണ്ട് നെയിമാണേ. ഇപ്പം ഞാൻ 24 മണിക്കൂറും ഈ ഒരു എയർപോർട്ട് ചെവിയിൽ വെച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. സോ മ്യൂസിക്, വിത്തൗട്ട് മ്യൂസിക് എനിക്ക് ജീവിക്കാതിരിക്കാനേ പറ്റത്ത്. സത്യമായിട്ടും ഒരു 2 മിനിറ്റ് കിട്ടി, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഏത് ടൈമിലാണെങ്കിലും എയർപോർട്ട് എൻ്റെ ചെവിയിലുണ്ടാവും. ഞാൻ അത്രയ്ക്കും മ്യൂസിക്, എനിക്ക് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ്, ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളാണ്. സോ അപ്പം ഈ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് പാട്ട് കേൾക്കലാണ്. പാട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ അധികം ചിന്തിക്കത്തില്ല. എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ലൈക്ക് എനിക്ക് ഒരു സാഡ് സോങ്സ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എന്താ പറയുക, തമിഴിൽ കുറച്ച് നല്ല മെലോഡിയസ് ആയിട്ടുള്ള സോങ്സിൽ എനിക്ക് അതൊക്കെ ഇഷ്ടം. ഞാനിപ്പം റീസെൻ്റ്ലി കേൾക്കുന്നത് മുകിൽ തോട്ടം. അതെന്താണെന്ന് അറിയത്തില്ല, ആ പാട്ടിനോട് ഞാൻ ഭയങ്കരമായിട്ടും അഡിക്റ്റഡ് ആയ പോലെയുണ്ട്. അങ്ങനെ. അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാത്തൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? മാത്തൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ എന്ന് അപ്പൂനടുത്ത് ചോദിക്കേണ്ടി വരും. അഞ്ജുവിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ മച്ചാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നായിരിക്കും അല്ലേ. അപ്പം ഇത് ചോദിച്ചേക്കുന്ന ലിജോ ചേട്ടൻ 8177 ആണേ. അപ്പം ലിജോ 8177 ചേട്ടനില്ല, ഞാൻ പറഞ്ഞാണേ, അതാ പറഞ്ഞേ. അപ്പം ചേട്ടാ മാത്തൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളത് അപ്പൂൻ്റെ അടുത്ത് ചോദിക്കണം, അഞ്ജുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയത്തില്ല. ഇനി മച്ചാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? ചേട്ടന് മിസ്റ്റേക്ക് പറ്റിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം മച്ചാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോന്നാണ് ചോദിക്കുന്നത്. മച്ചാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ തൂക്കിക്കൊല്ലണമെന്നാണ്. അവനെ തൂക്കിക്കൊല്ലണം, അവൻ്റെ അമ്മയെപ്പോലും അവൻ ആ ഒരു കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത് എന്നൊക്കെയാണ് ലിജോ ചേട്ടൻ പറയുന്നത്. ഓക്കെ ചേട്ടാ, ഞാൻ ഇൻസ്പയർഡായി ചേട്ടൻ്റെ ആ ഒരു ഡയലോഗിൽ. വാവ്. അപ്പം ചേട്ടൻ പറഞ്ഞേക്കുന്നത് വിജയ മച്ചാനെ വീട്ടിൽ കയറി പണിയുമെന്നാണ്. പൊന്നു ചേട്ടാ, എന്നെ ഒന്നും ചെയ്തേക്കരുത്, ഞാൻ ഒരു പാവം പെങ്കൊച്ചാണേ, ഞാനിവിടെ ഒറ്റയ്ക്കാണേ.
എനിക്കിതിനൊന്നും ഒന്നും പറയാനില്ല. ഓക്കെ, നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിട്ടു. പിന്നെ GA എന്താ വായിക്കുക, NIGGA നിക്ക 98 ആൻഡ് അന്നാൻ ഓക്കെ ചോദിച്ചേക്കുന്നത് വിജയ മച്ചാൻ ഇഷ്യൂ. എടോ, ഈ ഒരു ഇഷ്യൂല് എനിക്ക് ആക്ച്വലി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം. ഓക്കെ, എനിക്ക് ഈ ഒരു ഇഷ്യൂ അറിയാം. ഓക്കെ, പക്ഷേ നമുക്ക് ഇത് പബ്ലിക്കലി വന്നിരുന്ന് സംസാരിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. ആള് വരും, നിങ്ങളുടെ അടുത്ത് പറയും, സംസാരിക്കും. അപ്പം അതുവരെ ലൈക്ക് എന്താ പറയണ്ടേ, നിങ്ങൾ ഈ കാള പെറ്റൂന്ന് കേൾക്കുമ്പോഴത്തേനും ഇങ്ങനെ കയറെടുക്കല്ലേ. എന്തൊക്കെ കമൻസ് ആണ്, എന്തൊക്കെ എനിക്ക് വായിക്കാൻ പോലും എന്താ പറയണ്ടേ, ഞങ്ങളെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് എന്തൊക്കെ കമൻസാണെന്നറിയാമോ ഇടുന്നത്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഒരാളുടെ പേരിൽ ഒരു അലിഗേഷൻ വന്നു. ഓക്കെ, വന്നു എന്നേ ഉള്ളൂ. അത് ശരിയാവണമെന്നില്ല, തെറ്റാവണമെന്നുമില്ല. അപ്പം അത് തെളിയിക്കുന്നത് വരെയുള്ളൊരു കുറച്ചൊരു പേഷ്യൻസ് നിങ്ങൾ കാണിക്കുക. അത് തെളിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഈവൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കമൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, നെവർ മൈൻഡാണ്. നിങ്ങൾ പറയാനുള്ളവരൊക്കെ വന്ന് പറഞ്ഞിട്ട് പൊക്കോളൂ, ഐ ഡോണ്ട് കെയർ, അത്രേ ഉള്ളൂ. അപ്പം സത്യം എന്താണെന്നുള്ളത് നമുക്കറിയാം, സത്യം ജയിക്കും, അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ ഈ ഒരു 2 വീക്സ് കുറേ അധികം ഫോളോവേഴ്സും കുറേ അധികം നെഗറ്റീവും കേട്ടു അല്ലേ? ഓഫ് കോഴ്സ് സത്യം, പരമാർത്ഥമായ സത്യം. ഇത് പറഞ്ഞേക്കുന്നത് ബിൽസറിയൻ അശ്വിൻ യു ആർ റൈറ്റ്. സത്യമായിട്ടും ഞാൻ ഭയങ്കരമായിട്ടും നെഗറ്റീവ് ആയിട്ടുണ്ട്. സോ എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ ഒരുപാട് വാല്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല, എനിക്ക് വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. ഞാനങ്ങനെ ഡെയിലി എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും സംസാരിക്കുന്ന ഒരാളും അല്ല. എനിക്ക് ഉള്ള ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സിനെക്കാളും കൂടുതൽ ബോയ്സാണ് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. സോ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എനിക്ക് ബോയ്സിൻ്റെ അടുത്താണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ് ആയിരിക്കാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഒരാളാണ് വിജയ് മച്ചാനും ഗോവിന്ദും. സോ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പം പുള്ളി നെഗറ്റീവായത് പുള്ളിയുടെ അക്കൗണ്ടിലൂടെ എൻ്റെ വീഡിയോസ് മീൻസ് എൻ്റെ ഫേസ് കാണുന്ന സമയത്ത് എനിക്ക് കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഐ ഡോണ്ട് കെയർ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരാളിനെ നമ്മൾ റീൽസിൽ കാണുന്നതല്ല ആളുടെ റിയൽ ലൈഫ്. ഇപ്പം ഗോവിന്ദിന് നിങ്ങൾ കാണുന്നത് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു പയ്യനായിട്ടാണ്. പക്ഷേ എനിക്ക് എൻ്റെ കണ്ണിലൂടെ ഞാൻ അങ്ങനെയല്ല ആളിനെ കാണുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പേഴ്സണലി ആളിൻ്റെ അടുത്ത് നിങ്ങൾക്ക് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് അത് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നത്. സോ ഇപ്പം എൻ്റെ ഫാമിലിക്ക് പുള്ളീനെ അറിയാം, പുള്ളിയുടെ ഫാമിലിക്കും എന്നെ അറിയാം. സോ അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ അല്ലേ? അപ്പം ഞങ്ങൾ അത്രേ നോക്കുന്നുള്ളൂ. അപ്പം ആളുടെ കൂടെ നടന്ന് ഞാൻ നെഗറ്റീവായി, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ മൂക്ക് വല്ലാതെ ചൊറിയുന്നു ഗൈസ്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലൈക്ക് എന്തിനാണ് ആ ഒരു കമ്പനി വിട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നത് ലൈക്ക് എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ അടുത്ത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. ഇതിനൊക്കെയുള്ള ആൻസർ എന്ന് പറയുന്നത് എനിക്കിപ്പം പറയാനായിട്ട് പറ്റത്തില്ല. മ്യൂട്ട് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ മ്യൂട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ മിണ്ടാതിരിക്കുവാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ്, നെഗറ്റീവ് ആയിട്ടുണ്ട് കുറേ അധികം. കുറേ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ, സാരമില്ല, കുഴപ്പമില്ല. പിന്നെ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ചേട്ടനല്ല രാഹുൽ ചോദിച്ചിട്ടുണ്ട്, ലവർ ഉണ്ടോയെന്ന്.
ലവർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇല്ല. ബിക്കോസ് ഇല്ല, റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല. വേണ്ട മോനെ. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. ഈവൻ കല്യാണം കഴിക്കാനും താല്പര്യമില്ല. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ വിട്ടാ കേട്ടോ, മാരേജിൻ്റെ ഒക്കെ. അതൊന്നും വേണ്ട. ശരി. പിന്നെ അയ്യോ, പേര് നോട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ആരാന്ന് എൻ്റെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ട്. ആരാന്ന് ഓർമ്മയില്ല, പേര് ഞാൻ മറന്നുപോയി, നോട്ട് ചെയ്യാൻ മറന്നുപോയി. വെയിറ്റ് 62 ഇടാ, അത്രേ ഉള്ളൂ. 61, 62. ലാസ്റ്റ് ടൈം നോക്കിയപ്പോൾ 61 ആയിരുന്നു. മേ ബി ഇപ്പോൾ 62 ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഫുഡ് അധികം കഴിക്കുന്നില്ല, അപ്പോൾ കുറയാനാണ് സാധ്യത. ഞാനൊരു കാണാം, ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഉറപ്പില്ല. ഐ മീൻ പ്രോക്സിമേറ്റ് അങ്ങനെ. അപ്പം ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, വിജയ് മച്ചാനെ കുറിച്ചിട്ടാണ് ഫുൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലൈക്ക്, വെയിറ്റ് ചെയ്യൂ, ആള് വരും, ആള് നിങ്ങളടുത്ത് പറയും. ആൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. സോ അത് കേൾക്കാൻ വേണ്ടി നിൽക്കുക, അത്രേ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ. ഞാൻ എന്നാൽ പിന്നെ പോയി എൻ്റെ അടുത്ത പരിപാടിയൊക്കെ നോക്കട്ടെ. അപ്പോൾ ശരി, രാത്രി 10 മണിയായി. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.